എന്നോട് ചോദിച്ചത്. ഇങ്ങനൊരു മോഡുണ്ടോ നിനക്ക് എന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം അത് എൻറ്റയർലി ഡിഫറെൻറ്റ് സിംഗിങ് സ്റ്റൈലും കാര്യങ്ങളാണ്. ഞാൻ ഈ കരച്ചിൽ കഴിഞ്ഞതോടെ അവിടെ പവർ കട്ട് നടന്ന് ഒരു 2 hours കറണ്ട് ഇല്ലായിരുന്നു. അപ്പോഴേക്കും ഞാനൊന്ന് എൻ്റെ കരച്ചിലൊക്കെ കഴിഞ്ഞ് ജോളിയായി കളിച്ച് ചിരിച്ച് നടക്കാൻ തുടങ്ങി. ആൾക്കാർ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതെന്താ കുട്ടി അഭിനയിച്ചതാണോ, ഇപ്പം കരച്ചിലില്ലല്ലോ, സംസാരിച്ചടി എന്തിനാ കരഞ്ഞ കുട്ടി വെറുതെ. ഇപ്പോൾ ആൾക്കാർക്ക് കുറേ ഞാൻ വലുതായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കണ്ടിട്ട് അങ്ങനെ മനസ്സിലാവല്ലേ, ചില ഇൻസ്റ്റാഗ്രാമിൽ പാടുന്ന കുട്ടിയല്ലേ എന്നൊക്കെ അങ്ങനെ ചോദിച്ച ആൾക്കാർ വരാറുണ്ട്. ഇപ്പം എൻ്റെ കോളേജിലാണെങ്കിൽ തന്നെ ജൂനിയേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇതേപോലെ ഇങ്ങനെ ഞാൻ സൈഡിലോ പാസ് ശ്രേന പോലെ ഇല്ലേ, യെരൂശലേം നായക. മമ്മൂക്കയുടെ എൻട്രി വരുന്നത് ഈ പാട്ടിലാണ്. അതിൽ യേശുവേ എന്ന് പറഞ്ഞൊരു കോറസ് ഭാഗമുണ്ട്. അത് കേൾക്കുമ്പോൾ ശരിക്കും തിയേറ്ററിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഫീൽ തന്നെയായിരുന്നു. അതിലിങ്ങനെ മമ്മൂക്ക ഇങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ പോലീസായിട്ട് ഇങ്ങനെ നടക്കുന്നു, സീനായിരുന്നത്. എംജിങ്ങളല്ല എൻ്റെ കൂടെ പാടി, എൻ്റെ കൂടെ പാടിയിൽ ആലങ്കളാണ്. പ്രാക്ടീസിന് ചെന്ന് എൻ്റെ അടുത്ത് ഒരു 3 പ്രാവശ്യം ആ ഫുൾ സോങ് ഞങ്ങൾ പാടി വെക്കും. ഞങ്ങൾ ഒന്നും കൂടി പാടി നോക്കാം മോളെ, അങ്ങൾക്ക് റെഡി ആയിട്ടില്ല. ഞാൻ പറയും പാടി നോക്കാം. അങ്ങനെ ഞങ്ങൾ ഫുൾ സോങ് വീണ്ടും നോക്കും. പിന്നെയും അങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷനൊക്കെ ആയിട്ട് ഒന്നും കൂടി നോക്കാം. പ്രാക്ടീസൊക്കെ ചെയ്ത് നമ്മൾ സ്റ്റേജിൽ പാടി, അത് കഴിഞ്ഞ് എനിക്കൊരു ഉമ്മയൊക്കെ തന്നു. അതൊക്കെയാണ് എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ഭയങ്കര ഫ്രഷ് ആയിട്ട് ഇപ്പോഴും ഇരിക്കുന്നത്. 2014 സൈമ അവാർഡ്സ് ഓർക്കുന്നുണ്ടോ? പിന്നെ അത് ഭയങ്കര ഓർമ്മ, എനിക്ക് ഭയങ്കര ഒരു ആക്സെപ്റ്റൻസ് കിട്ടിയ ഒരു പെർഫോമൻസ് ആയിരുന്നു അന്ന് ഞാൻ സ്റ്റേജിൽ പാടിയിട്ടുണ്ടായിരുന്നത്. അതിനൊരുപാട് ഫാൻസ് അന്നും ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിലും എന്നെ ആ പാട്ട് പാടുമോ എന്ന് ചോദിച്ചിട്ട് കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പം അതൊരിക്കലും മറക്കില്ല. ആ സ്ഥിതിക്ക് ഞാനും ചോദിക്കാം, ആ പാട്ടൊന്ന് പാടുമോ? അത് വെച്ച് തുടങ്ങാം. മേഘം തിരந்து கொண்டு மண்ணில் இறங்கி வந்து மார்பில் ஒளிந்து கொள்ளவா, மார்பில் ஒளிந்து கொண்டால் மாறன் அன்பு வரும், கூந்தலில் ஒளிந்து கொள்ள வரவா, என் கூந்தல் தேவன் தூங்கும் பள்ளி அறையா அறையா, மலர் சூடும் வயதில் என்னை மறந்து போவதுதான் முறையா, நினைக்காத நேரம் இல்லை காதல் ரதியே நதியே, உன் பேரை சொன்னால் போதும் நின்று வழிவிடும் காதல் நதியே, என் சுவாசம் உன் மூச்சில் உன் வார்த்தையின் பேச்சில் 5-6 நூற்றாண்டு வாழ்வோம் என் வாழ்வேவா, மலர்களே மலர்களே இது என்ன கனவா, மலைகளே மலைகளே இது என்ன நினைவா, உருகியதே எனது உள்ளம் பெருகியதே வெளி வெள்ளம், விண்ணோடும் நீதான் மண்ணோடும் நீதான் கண்ணோடும் நீதான் வா. ഒന്നും പറയാനില്ല. താങ്ക് യു. 3 വയസ്സുള്ളപ്പോൾ തൊട്ട് പാട്ട് പഠിക്കാൻ തുടങ്ങി. എന്നിട്ട് കേരളത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് റിയാലിറ്റി ഷോസിൽ വിന്നറായി, തമിഴ്നാട്ടിലും വിന്നറായി അല്ലേ? അതിനുശേഷം 10ാമത്തെ വയസ്സിൽ, അതിനുള്ളിൽ തന്നെ പിന്നണി ഗായന രംഗത്ത് വന്നു. ആ 10ാമത്തെ വയസ്സിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ചിന്തിക്കുമ്പോൾ ഒരു സിനിമാറ്റിക് ലൈഫായിട്ട് തോന്നുന്നുണ്ടോ? സത്യത്തിൽ എൻ്റെ ആ പ്രായത്തിൽ ഞാനത് എൻജോയ് ചെയ്തിട്ടുണ്ട്. അറ്റ് ദി സെയിം ടൈം എനിക്കതൊരു ബുദ്ധിമുട്ടുമായിട്ടുണ്ട്. കാരണം ഞാനിങ്ങനെ എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു കാര്യം. അതിന് 2 ഫേസിലായിരുന്നു ഞാൻ ആ സമയത്ത്. പക്ഷെ ഇപ്പം എനിക്കിങ്ങനെ പാസ്റ്റിനെ പറ്റി ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഐ എം റിയലി പ്രൗഡ്. ആൻഡ് എനിക്കിങ്ങനെ ആലോചിക്കുമ്പോൾ വേറെ എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അത് കേൾക്കുമ്പോഴാണെങ്കിലും അവരുടെ അതിശയം കാണുമ്പോഴും അത് വലിയൊരു സംഭവമാണ് എന്ന് എനിക്ക് അപ്പോൾ തോന്നാറുണ്ട്. പിന്നല്ലേ, അത്ര വലിയ ജഡ്ജസിൻ്റെ ഒക്കെ മുന്നിൽ ഒരു പേടിയിലുണ്ട്, മറ്റേ കുഞ്ഞ് ചെറിയ ഉടുപ്പൊക്കെ ഇട്ട് നല്ല ക്യൂട്ടായിട്ട്. ഒരു പേടിയില്ലായിരുന്നു, പക്ഷെ എനിക്ക് ഇപ്പോഴാണ് കുറച്ച് ടെൻഷനൊക്കെ. അതെ, ഞാനിപ്പോൾ പാടിയപ്പോൾ ശ്രദ്ധിച്ച വേറൊരു കാര്യമുണ്ട്. അന്നത്തെ ആ ഒരു എക്സ്പ്രഷൻ ഇല്ലേ മുഖത്തെ, ശബ്ദം മാറി, ശബ്ദം മെച്ചുറായി, ആള് വലുതായി. ഈ എക്സ്പ്രഷൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ റീകളക്ട് ചെയ്യുന്നതാണ്. കാർമുകിൽ വർണ്ണൻ്റെ പാട്ട് പാടി ഫൈനൽ പെർഫോമൻസിന് കരഞ്ഞു തോർക്കുന്നുണ്ടോ? പിന്നെ അത് സത്യത്തിൽ അതൊരു
മിറാക്കിൾ അന്ന് സംഭവിച്ചൊരു പരിപാടിയാണ്. കാരണം അത് ഇമോഷൻ ഇപ്പം എനിക്ക് പണ്ട് മുതലേ ഇപ്പോൾ നമ്മൾ ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും പണ്ട് മുതലേ എൻ്റെ പ്രിയപ്പെട്ടത് കൃഷ്ണൻ തന്നെയായിരുന്നു. എനിക്ക് ഗുരുവായൂർ പോകുന്നതാണെങ്കിൽ എനിക്ക് കൃഷ്ണൻ്റെ ഒരു ലോക്കറ്റും, ഞാൻ ഭയങ്കര കൃഷ്ണഭക്തയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ പാട്ടും ഒരുപാട് എനിക്ക് ഇഷ്ടമുള്ള, പണ്ട് മുതലേ കേട്ടിട്ടുള്ളത് ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു. പിന്നെയാണ് ഇങ്ങനെ എൻ്റെ ഗോഡ് ഫാദർ MJ ചന്ദ്രൻ അങ്കിള് ഇതേപോലെ എൻ്റെ അടുത്ത് പറഞ്ഞു, ശ്രേയക്കുട്ടി ഫൈനൽ എത്തുന്നുണ്ടെങ്കിൽ കാർമുകിൽ വർണ്ണൻ്റെ പാട്ട് പാടണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അതെൻ്റെ മൈൻഡിൽ സ്റ്റക്കാണ്. അപ്പം ഞാൻ എന്ത് വന്നാലും അതേ പാടുള്ളൂ എന്ന് അന്നേ തീരുമാനിച്ച് കഴിഞ്ഞതാണ്. അങ്ങനെ ലക്കിലി ഫൈനൽ വരെ എത്തി. പക്ഷെ എന്നാലും എൻ്റെ ആ ഒരു വോക്കൽ ഇതിൽ എനിക്ക് ആ കൃഷ്ണ എന്നുള്ള ഭാഗം ഹൈ പിച്ച് പോകുന്ന ആ ഭാഗത്തേക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. റിഹേഴ്സലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഹൈ പിച്ച് എത്തുന്നില്ല, എൻ്റെ അടുത്ത നോട്ട് എത്തുന്നേ ഇല്ല. അവിടെ എത്തുമ്പോഴേക്കും ഞാൻ സ്റ്റക്കാവാണ്. അപ്പം നമ്മുടെ ഗ്രൂമേഴ്സും അമ്മയൊക്കെ പറഞ്ഞ് വേണ്ട, എന്നാൽ നമുക്ക് ശ്രുതി കുറയ്ക്കാം. ഞാൻ പറയേ ശ്രുതി ഒന്നും കുറയ്ക്കില്ല, എനിക്കത് ഒറിജിനൽ അങ്ങനെ തന്നെ പാടണം. എനിക്ക് അങ്ങനത്തെ ഭയങ്കര വാശി എനിക്ക്. അവസാനം അത് ഡിയിലാണ് ഒറിജിനൽ സ്കെയിൽ, ഞാൻ C ആക്കാമെന്ന് എല്ലാവരും പറഞ്ഞു. ഞാൻ പറഞ്ഞേ പറ്റില്ല, D തന്നെ പാടണം. അങ്ങനെ ഡിയിൽ അത് പാടാൻ കയറി. നമ്മൾ ലൈവ് പോകുന്നതിന് മുന്നേ ഒരു 4 വരി പാടി നോക്കുമ്പോഴും ആ ഭാഗം പാടിയപ്പം അവിടെ കിട്ടുന്നില്ല. സ്റ്റേജിൽ ഞാൻ ഫുൾ സോങ് പാടി ആ ഒരു ഭാഗം എത്താനായി എന്നാകുമ്പോൾ നമുക്കൊരു ഓക്കെ ആ ഭാഗം എത്താറായി എന്നുള്ളൊരു മൈൻഡിലൊരു സാധനം വരുമല്ലോ. അങ്ങനെ വന്ന് പാടി കഴിഞ്ഞപ്പോഴേക്കും ഫുൾ ഓഡിയൻസും അവിടെ ഉണ്ടായിരുന്ന മറ്റ് കണ്ടസ്റ്റൻസും പേരൻസും എല്ലാവരും എണീച്ച് നിന്ന് കൈയടിക്കാൻ തുടങ്ങി. ഞാൻ സൈഡിലേക്ക് നോക്കുമ്പോൾ ഓർക്കസ്ട്ര അങ്കിൾമാർ കൈയടിക്കുന്നു, ഇങ്ങോട്ട് നോക്കുമ്പോൾ ജഡ്ജസ് കൈയടിക്കുന്നു, അങ്ങോട്ട് നോക്കുമ്പോഴാണ് അമ്മ ഇങ്ങനെ ഞാൻ പാടുന്ന ഇങ്ങനെ ടെൻഷൻ അടിച്ച് അമ്മ ഒരു ടവലും പിടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഇതൊക്കെ ഞാൻ കാണുന്നത്. അപ്പം ഒബ്വിയസ്ലി എനിക്കെന്തോ ഞാൻ പാടി എനിക്ക് അവിടെ എത്തിയപ്പോഴേക്കും എന്തോ ഞാൻ ഭയങ്കര ഇമോഷണലായി, അങ്ങനെ ഒരു കരഞ്ഞു പോയതാണ്. പക്ഷെ അതിനുശേഷം ഞാൻ ഈ കരച്ചിൽ കഴിഞ്ഞതോടെ അവിടെ പവർ കട്ട് നടന്ന് ഒരു 2 hours കറണ്ട് ഇല്ലായിരുന്നു നമ്മുടെ സെറ്റിൽ. അങ്ങനെ അപ്പോഴേക്കും ഞാനൊന്ന് എൻ്റെ കരച്ചിലൊക്കെ കഴിഞ്ഞ് ജോളിയായി കളിച്ച് ചിരിച്ച് നടക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് ബാക്കിയുള്ള ഷൂട്ട് ചെയ്യുന്നത്. അപ്പോഴേക്കും ഞാൻ ചിരിച്ചപ്പം ആൾക്കാർ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇതെന്താ കുട്ടി അഭിനയിച്ചതാണോ, ഇപ്പം കരച്ചിലില്ലല്ലോ, സംസാരത്തിനടി എന്തിനാ കരഞ്ഞ ശ്രേയക്കുട്ടി, വെറുതെ അങ്ങനെയാണ് ഞാൻ പറയുന്നത്. അപ്പം അത് ആൾക്കാർക്ക് കാണുമ്പം ലോജിക്കില്ലല്ലോ. അപ്പം അങ്ങനെ കുറേ പേര് പറഞ്ഞു ഈ കുട്ടി അഭിനയിച്ചാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അത് അഭിനയമല്ല, അത് അങ്ങനെ ഒരു സംഭവം ഇടയിൽ നടന്നിട്ടുമുണ്ട്. പിന്നെ അങ്ങനത്തെ ഒരു ഫീലായിരുന്നു അത്. അന്നത്തെ ആ ഒരു ഇമോഷൻ ഇപ്പം വിന്നറായല്ലോ, അതിന്റെ ഇമോഷൻ ഇപ്പോൾ റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തായിരുന്നു അന്ന് തോന്നിയത്? വിന്നർ ആവണം എന്നുള്ളൊരു മൂഡ് എനിക്കില്ലായിരുന്നു. എനിക്ക് അവസാനത്തെ ആ 6 പേരിൽ ഞാനുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു സ്ഥാനം, അതിന് എൻ്റെ വീട്ടുകാരും എല്ലാവരും അതിന് പ്രിപ്പയർഡ് ആയിരുന്നു. എന്തെങ്കിലും ഒന്ന് കിട്ടും, അതിൽ നമ്മൾ ഹാപ്പി ആവും എന്നുള്ളൊരു മൂഡായിരുന്നു. കാരണം എന്നെക്കാളും ഒരുപാട് നന്നായിട്ട് പാടുന്ന സിംഗേഴ്സായിരുന്നു മറ്റ് 5 പേരുണ്ടായിരുന്നത്. പക്ഷെ എന്തോ ആ ഒരു ഇതിൽ പിന്നെ പെട്ടെന്ന് ശ്രേയാന്ന് പേരും വിളിക്കുമ്പം ഒരു ഷോക്ക് തന്നെയായിരുന്നു. അതെ. അതിനുശേഷം പിന്നെ സിനിമയിൽ എന്നോ ഞാൻ എൻ്റെ പാടി, അപ്പോൾ കിട്ടിയൊരു അപ്രീസിയേഷൻ ഉണ്ടായിരുന്നു. അതും ഇതേപോലെ തന്നെ ഒരുപാട് പേര് താലോലിക്കുന്ന പാട്ടാണ്. ഇപ്പോഴും ശ്രേയക്കുട്ടിയെ കാണുമ്പോൾ ആ പാട്ട് തന്നെയാണ് എല്ലാവർക്കും ഓർമ്മ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് എങ്ങനെയായിട്ട് അതിലേക്ക് വന്ന ഒരു ജേർണി എന്തായിരുന്നു? അതിലേക്ക് വന്നത് നാദിർഷാങ്കിൾ ഒരു ദിവസം ഇങ്ങനെ വിളിച്ച് സംസാരിക്കാൻ അങ്ങനെയാണ് തുടങ്ങിയത്. ആ ഒരു കോൺവെർസേഷൻ. അങ്ങനെ റെക്കോർഡിങ് ഒരു ദിവസം ഫിക്സ് ചെയ്തു. കൊച്ചിയിൽ വെച്ചിട്ട് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കൊച്ചിയിലൊരു സ്റ്റുഡിയോയിൽ പോയിട്ട് പാടി. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞ് അങ്കിൾ വീണ്ടും വിളിച്ചിട്ട് വന്നു അതൊന്നും കൂടി പാടണം, എൻ്റെ ത്രോട്ടിന് ഭയങ്കര ഒരു കരകരപ്പും മൂക്കടഞ്ഞ ഫീലൊക്കെ ആ പാടിയതിലുണ്ട്. ഫുൾ കരകരപ്പും പിന്നെ കുറച്ച് പിച്ച് ഔട്ടിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നും കൂടി പാടണം എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് വേറെ സ്റ്റുഡിയോയിൽ, യൂണിറ്റി സ്റ്റുഡിയോയിൽ പാടാൻ വീണ്ടും പോയി. അതും പാടി. എന്നാലും അവർ കൂടുതലും ആ പാട്ടിൽ ഒറിജിനലിലുള്ളത് എൻ്റെ ആ ക്രാക്കുള്ള വോയിസ്. അതായത് മീനാക്ഷി ഒരു സാധാരണ കുട്ടി സ്റ്റേജിൽ നിന്ന് പാടുന്നതിൽ കുറച്ച് ക്രാക്കും കാര്യങ്ങളും വരുമ്പോൾ അത്രയും പെർഫെക്ഷൻ, അവർക്ക് ആ സീനിൽ വരികയാണല്ലോ. അങ്ങനെ ആ ക്രാക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് സത്യത്തിൽ ആ പാട്ട് ഉള്ളത്. അതിൽ പലപ്പോഴും ഇപ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് ആലോചിക്കും അയ്യോ എന്നെനിക്ക് തോന്നും. കാരണം ഫുൾ കരകര ഒക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലങ്ങളിലായിട്ട്. അങ്ങനെയാണ് അതിലേക്കുള്ളൊരു ജേർണി വരുന്നത്. പക്ഷേ അതെന്നാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് ആണെങ്കിലും ഒരുപാട് സ്ഥലങ്ങൾ പോകാൻ കഴിഞ്ഞെങ്കിലും ഒരുപാട് അവാർഡ്സ് വാങ്ങാൻ കഴിഞ്ഞെങ്കിലും ഒക്കെ ആ പാട്ടിൽ കൂടെയാണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു കുട്ടികളുടെ പാട്ടല്ലേ, കുട്ടികളുമായിട്ട് കണക്ട് ചെയ്യുന്ന പാട്ടാണ്. ഇപ്പോഴും വലുതായി കഴിയുമ്പോൾ ആൾക്കാർ ആ പാട്ടൊന്ന് പാടുമെന്ന് ചോദിക്കുമ്പോൾ ശരിക്കും എന്താ ഫീൽ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ചെറുപ്പം മുതലേ പാടുന്നൊരു പാട്ട്. അപ്പോൾ എവിടെ ആരും പാടാൻ ചോദിച്ചാലും അല്ലെങ്കിൽ ശ്രേയക്കുട്ടി പാടിയൊരു പാട്ട് പാടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഞാൻ പാടുന്നത് ഞാൻ തന്നെയാണ്. കാരണം അവർ റിക്വസ്റ്റ് ചെയ്യുന്ന പാട്ടും കൂടുതലും റിക്വസ്റ്റ് ചെയ്യുന്ന പാട്ടും അത് തന്നെയാണ് ആവാറ്. അപ്പോൾ അത് ഇപ്പോഴും പാടുമ്പോൾ എനിക്ക് ആ കുട്ടി ശബ്ദം എന്തായാലും വരില്ല. പക്ഷെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളൊരു കുട്ടി പാടുന്ന പോലെ
പാടാമല്ലോ, അങ്ങനത്തെ ഒരു രീതിയിൽ പാടാം. അതെ, അത് പിന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാറുണ്ട്. അപ്പൊ ഈ ലാലേട്ടന്റെ സിനിമയിൽ എന്നൊക്കെ ഉള്ളത് അന്ന് അറിയാമായിരുന്നു, ഓക്കെ ഇതൊക്കെ ഇത്രയും വലിയ ലെജൻഡറി ആക്ടേഴ്സ് ആണ്, അവരുടെ സിനിമയിലാണ് എനിക്ക് പാടാൻ പറ്റുന്നത്. അതുപോലെ ലാലേട്ടന്റെ സിനിമയിൽ പാടി, പിന്നെ അതിനുശേഷം മമ്മൂക്കയുടെ സിനിമയിൽ പാടി. അപ്പോൾ ഇത്രയും വലിയ ആൾക്കാരുടെ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പാടുന്നത് എന്നുള്ള ഫീലൊക്കെ ഉണ്ടായിരുന്നോ? ശരിക്കും ഒപ്പത്തിൽ പാടുന്നത് MG അങ്കിളാണ് എന്നെ ഇങ്ങനെ ഇന്നൊരു കുട്ടിയുണ്ട് പറഞ്ഞ MG അങ്കിളാണ് മ്യൂസിക് ഡയറക്ടേഴ്സിന് റെക്കമെൻഡ് ചെയ്യുന്നത്. അങ്ങനെ പാടിക്കഴിഞ്ഞെങ്കിലും ഇതിങ്ങനെ മോഹൻലാൽ മൂവിയാണെന്ന് അറിയാം. അതായത് ആശീർവാദ് എന്നായിരുന്നു ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേ നമ്മളൊരു ആശീർവാദ് എന്ന് വിളിക്കണമെങ്കിൽ എന്തായിരിക്കും, ആശീർവാദ് സിനിമാസ് എന്ന് വിളിക്കണമെങ്കിൽ എന്തായിരിക്കും, അതായത് ഞങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞു പാട്ട് ഇറങ്ങലും ഹിറ്റാവലും ഒക്കെ വേഗം വളരെ പെട്ടെന്നായിരുന്നു. പക്ഷേ എനിക്ക് ഇപ്പോഴും എൻ്റെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നല്ലൊരു മൂമെന്റ് എന്ന് പറയുമ്പം അതിൻ്റെ ഓഡിയോ ലോഞ്ചിൻ്റെ സമയത്താണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. MG അങ്കിളല്ല എൻ്റെ കൂടെ പാടി, എൻ്റെ കൂടെ പാടിയ ലാലങ്കിളാണ്. എനിക്ക് തോന്നുന്നു 100th ഡേ സെലിബ്രേഷൻ ആണെന്ന് തോന്നുന്നു. അപ്പം അന്ന് ഇതേപോലെ ഞാൻ അങ്കിളുടെ ട്രാവൻകൂർ ഹോട്ടലിലേക്ക് പ്രാക്ടീസിന് വേണ്ടി വിളിച്ചു. പ്രാക്ടീസിന് ചെന്ന് എൻ്റെ അടുത്ത് ഒരു 3 പ്രാവശ്യം ആ ഫുൾ സോങ് ഞങ്ങൾ പാടി വെക്കും. ഞങ്ങൾ ഒന്നും കൂടി പാടി നോക്കാം മോളെ, അങ്കിൾക്ക് റെഡി ആയിട്ടില്ല. ഞാൻ പറയും, ഓ പാടി നോക്കാം. അങ്ങനെ ഞങ്ങൾ ഫുൾ സോങ് വീണ്ടും നോക്കും. പിന്നെയും അങ്കിൾക്ക് എന്തെങ്കിലും ഡൗട്ട് കൺഫ്യൂഷനൊക്കെ ആയിട്ട് ഒന്നും കൂടി നോക്കാം. അങ്ങനെ MG അങ്കിൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, അവിടെ അങ്ങനെയെന്നോ MG അങ്കിൾ പറഞ്ഞു കൊടുക്കും. ഞാനും അങ്കിളും ലാലങ്കിളും കൂടി അങ്ങനെ അത് പ്രാക്ടീസൊക്കെ ചെയ്തു. നമ്മൾ സ്റ്റേജിൽ പാടി. അത് കഴിഞ്ഞ് എനിക്കൊരു ഉമ്മയൊക്കെ തന്നു. അതൊക്കെയാണ് എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ഭയങ്കര ഫ്രഷ് ആയിട്ട് ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പം അതിനുശേഷം പിന്നെ ഇപ്പം മമ്മൂക്കയുടെ സിനിമയിൽ പാടിയ ആ ഒരു പാട്ടില്ലേ, അതെന്ന് പറയുക ഡിവോഷണൽ സോങ്ങാണ്. ശ്രേയ ഒരുപാട് ഡിവോഷണൽ സോങ്സ് പാടിയിട്ടുണ്ട്. അപ്പം അതിന് സെപ്പറേറ്റ് വേറെ എന്തെങ്കിലും രീതിയിലുള്ള പ്രിപ്പറേഷൻസ് എടുക്കാറുണ്ടോ? ഞാൻ സാധാരണ ഒരു റെക്കോർഡിങ് എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് എല്ലാ പാട്ടുകളും ഒരേ രീതിയിൽ തന്നെയാണ് ഞാൻ അപ്രോച്ച് ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെ പ്രത്യേകിച്ചുള്ള ഒരു കൈൻഡ് ഓഫ് അറ്റൻഷനോ അല്ലെങ്കിൽ ഒന്നും കൊടുക്കാറില്ല. അത് പാടുമ്പോൾ എനിക്കിത് അബ്രഹാമിന്റെ സന്തതികളിലേക്കുള്ള പാട്ടാണെന്നോ അതിൽ മമ്മൂക്കയാണ് അഭിനയിക്കുന്നതോ എന്ന് പോലും അറിയില്ല. മമ്മൂക്കയുടെ എൻട്രി വരുന്നത് ഈ പാട്ടിലാണ്. മമ്മൂക്ക ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാധനം വരുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. കാരണം അത് ഇങ്ങനെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ രോമാഞ്ചമൊക്കെ വരാറുണ്ട്. കാരണം അതിൽ യേശുവേ എന്ന് പറഞ്ഞൊരു കോറസ് ഭാഗമുണ്ട്. അത് കേൾക്കുമ്പോൾ ശരിക്കും തിയേറ്ററിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഫീൽ തന്നെയായിരുന്നു. അതിലിങ്ങനെ മമ്മൂക്ക ഇങ്ങനെ സൈഡിലൂടെ അങ്ങനെ പോലീസായിട്ട് ഇങ്ങനെ നടക്കുന്നു, സീനായിരുന്നത്. ആ പാട്ടൊന്ന് നമുക്കൊന്ന് പാടി നോക്കിയാലോ? ഉറപ്പായിട്ടും. യെരൂശലേം നായകാ ഫലർത്തൻ വിമോചകാ അഭയമായി പ്രകാശമായി ബദലഹേം നഗരിൽ കുളിരു പൊഴിയുമിരവിലായി വെറുമൊരു പുല്ലിൻ വിരലായി ഇരുളിൽ തെളിയും മെഴുകുതിരിപോൽ ജാതനായുരിൻ യേശുവേ 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 യേശുവേ. താങ്ക് യു. കൈയടിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ. സോ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരാൻ ചില ഗുരുക്കന്മാരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പല സിംഗേഴ്സും. അങ്ങനെ ശ്രേയനെ ഹെൽപ്പ് ചെയ്തത് ആരായിരിക്കും? എനിക്കിപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യം ഞാൻ പറയാം MJ അങ്കിളുടെ പേരാണ്. MJ ചന്ദ്രൻ അങ്കിളാണ് എൻ്റെ ആ റിയാലിറ്റി ഷോ മുതലേ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത്. അങ്കിൾ കുറേ പാട്ടുകൾ എനിക്ക് തന്നിട്ടുണ്ട്. എന്നാലും അങ്കിളുടെ റെക്കോർഡിങ് എനിക്ക് പേടിയാണ് ഇപ്പോഴും. എനിക്ക് കാരണം ചീത്ത കേൾക്കാറുണ്ട്, ശ്രേയക്കുട്ടി അങ്ങനെയല്ല പാടേണ്ടത് അങ്കിൾ ദേഷ്യത്തോടെ പറയാറുണ്ട്, ചീത്ത കേൾക്കാറുണ്ട്, ചിലപ്പോൾ വിഷമം വരാറുണ്ട്. പക്ഷേ ഔട്ട്പുട്ട് വരുന്ന സാധനം അടിപൊളിയായിരിക്കും. അപ്പം MJ അങ്കിളടുത്ത് എത്ര പരിചയം ഉണ്ടെങ്കിലും എത്ര അങ്കിളായിട്ട് ക്ലോസ് ആണെങ്കിലും എപ്പോൾ അങ്കിളെ കാണാമെന്ന് ഒരു പേടിയാണെങ്കിൽ അയ്യോ ദൈവമേ അങ്ങനത്തെ ഒരു സാധനം എനിക്കുണ്ട്. പക്ഷേ ആ ഒരു പേടിയോ അല്ലെങ്കിൽ റെസ്പെക്റ്റ് ഇല്ല എന്നല്ല, പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഫ്രണ്ട്ലിയാണ് ഞാൻ ഗോപിയങ്കിളായിട്ട്. ഗോപിയങ്കിളാണെങ്കിലും ബാക്കി മ്യൂസിക് ഡയറക്ടേഴ്സ് ആണെങ്കിലും, പക്ഷെ ഗോപിയങ്കിളായിട്ടാണെങ്കിൽ കുറച്ചും കൂടി അതെ ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ ഇപ്പോഴുള്ള ക്രിയേറ്റീവ് പ്രോസസ് എങ്ങനെയാണ്? ആദ്യമേ ലിറിക്സ് പഠിച്ച് പിന്നെ അതിനുവേണ്ടി സമയം എത്ര ദിവസം വേണ്ടി വരും ഒരു പുതിയ ഒരു പാട്ട് പഠിക്കാൻ? അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഓരോ പാട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില പാട്ടുകൾ നമുക്ക് ഒറ്റ പ്രാവശ്യം കേട്ടാൽ ചിലപ്പോൾ ട്യൂണ് ചില പെർട്ടിക്കുലർ ക്യാച്ച് ആയിട്ടുള്ള ട്യൂണൊക്കെ ആണെങ്കിൽ വേഗം തലയിൽ കയറും. ലിറിക്സൊക്കെ പിന്നെ എനിക്ക് ഒറ്റ രാത്രി വേണം, ഒരു രാത്രി കൊണ്ട് പഠിക്കും. അതൊക്കെ ഈ റിയാലിറ്റി ഷോയിൽ വന്നതിൻ്റെ ഒരു ഗുണമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം പെട്ടെന്നായിരിക്കും പാട്ട് നമ്മൾ സെലക്ട് ചെയ്യുക,
പെട്ടെന്നായിരിക്കും പറയുന്ന നാളെ ഇന്ന എപ്പിസോഡാണ് അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം അന്ന് എനിക്ക് നോക്കി പാടാൻ അറിയില്ല, നോക്കി വായിച്ച് പാടാൻ എനിക്ക് അറിയില്ല. അപ്പം എന്ത് വന്നാലും എനിക്ക് ബൈഹാർട്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഒരു ദിവസം പഠിച്ചാൽ ഒന്ന് ഉറങ്ങി അടുത്ത ദിവസം എണീച്ചാൽ ഞാനത് ലിറിക്സ് ബൈഹാർട്ടിൻ്റെ തലയിലുണ്ടാവും. അത് പണ്ട് മുതലേ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം ലിറിക്സിൻ്റെ കാര്യത്തിൽ ഇപ്പോഴാണെങ്കിലും ഞാൻ നോട്ടീസ് സ്റ്റാൻഡ് വെച്ചിട്ട് പാടുന്ന പരിപാടി എനിക്ക് വളരെ കുറവാണ്. അത്രയും പെട്ടെന്ന് പഠിക്കേണ്ട പാട്ട് അല്ലെങ്കിൽ ഇന്നിപ്പം ഒരു 2 മണിക്കൂർ മുന്നേ ഷോയ്ക്ക് 2 മണിക്കൂർ മുന്നേ പാടണം എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിലേ ഞാൻ ലിറിക്സ് നോക്കി പാടുന്നൊരു സ്റ്റൈലില്ല. അല്ലാതെ ഫുൾ പാട്ടുകളും പഠിച്ചിട്ട് തന്നെയാണ് പാടാറ്. പക്ഷേ ട്യൂണാണ് എനിക്ക് തോന്നുന്നു, ട്യൂണാണ് ആദ്യം പഠിക്കുന്നുണ്ടാവുക ഞാൻ. ഇപ്പോൾ പഠിക്കുന്നുണ്ടല്ലേ പാട്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. 2 ജോണറും പഠിക്കുന്നുണ്ട്. അതെ, ഞാനിപ്പം കുറച്ചൊരു 6-7 വർഷമായിട്ട് ഞാൻ ബിന്നി കൃഷ്ണകുമാർ മാമിൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. അത് ചെന്നൈയിലാണ്. അതേപോലെ തന്നെ വെസ്റ്റേൺ വോക്കലും പഠിക്കുന്നുണ്ട്. അത് അഗസ്റ്റിൻ പോൾ സാറാണ്. രണ്ടും ചെന്നൈയിലാണ്. അപ്പം മന്ത്ലി ചെന്നൈയിൽ പോയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യും. അപ്പം എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓൾറെഡി ജേർണലിസം സ്റ്റുഡൻ്റ് ആണ്. അതെ. ഇടയ്ക്ക് ലൈവ് ഷോസ് ചെയ്യുന്നുണ്ട്. അതെ. ഈ പഠനവും ഇതൊക്കെ എങ്ങനെ ബാലൻസ് ചെയ്യുന്നു? എൻ്റെ സ്കൂൾ കാലത്തായിരുന്നു എനിക്ക് ശരിക്കും ഭയങ്കര ഒരു തിരക്കും പിന്നെ മാർക്സിൻ്റെ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന സ്കൂൾ കാലത്തായിരുന്നു. പക്ഷേ എൻ്റെ സ്കൂളിൽ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എൻ്റെ സ്കൂളിൽ പ്രിൻസിപ്പൽ ജോണി കാഞ്ഞത്തിങ്കൽ ഫാദർ ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എനിക്ക് ഇങ്ങനെ പ്രോഗ്രാമിന് പോകാൻ എന്നെ ഫ്രീ ആയിട്ട് എനിക്ക് എൻ്റെ പഠിത്തമോ പരീക്ഷയില്ലേ ഒന്നും എനിക്ക് ബോധർ ചെയ്യേണ്ട ആവശ്യം പോലും അത്ര പോലും സ്ട്രെസ് എനിക്ക് അവരാരും തന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എക്സാമും ഒന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. ഇപ്പം ഞാൻ പഠിക്കുന്ന കോളേജാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് കോളേജാണ്. അതുകൊണ്ട് എനിക്ക് ലീവ് തരാനാണെങ്കിലും ഭയങ്കര എന്നെ ഹെൽപ്പ് ചെയ്യുന്നൊരു കോളേജാണ് ഞാൻ ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കോളേജിൻ്റെ പ്രശ്നം അതിലില്ല. പക്ഷേ പരീക്ഷ സമയത്ത് എങ്ങനെയാണെങ്കിലും പഠിച്ച് പരീക്ഷ എഴുതും, അങ്ങനെ പോകുന്നു. പക്ഷേ ക്ലാസ്സിൻ്റെ വെസ്റ്റേൺ ക്ലാസ്സും ഷോസും എല്ലാം കൂടി ഇങ്ങനെ മാനേജ് ചെയ്ത് ഒരു ഇങ്ങനെ വൃത്തിക്ക് പോകുന്നുണ്ട്. കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് ഈ ലൈം ലൈറ്റ് നിൽക്കുമല്ലോ, ഇതേപോലെ ബിസി ലൈഫ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ലൈഫിൽ മിസ് ചെയ്യുന്നത് എന്താ? ഹോം, ഫ്രണ്ട്സ്, ഫാമിലി, ഇതൊക്കെ ഡെഫിനറ്റ്ലി ഉണ്ട്. അതല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം, നമ്മളുടേതായ ഒരു കാര്യം മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്കധികം അങ്ങനെ ഫ്രണ്ട്സ് ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഒന്നും എനിക്കില്ല. എനിക്ക് സ്കൂളിൽ ഒരു 1-2 പേര്, കോളേജിലാണെങ്കിൽ 2 പേര്, എൻ്റെ ഈ ഇൻഡസ്ട്രിയിലാണെങ്കിൽ ഒരു 2-3 പേര്, അങ്ങനെയായിട്ടല്ലാതെ ഇപ്പം എൻ്റെ അനിയനൊക്കെ സ്കൂളിൽ വന്നിട്ടുണ്ടെങ്കിൽ 10-14 പേരാണ്. അവർ ഇതേമാതിരി പിറന്നാളിനെന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് കൂടുതലും പിറന്നാളായിരിക്കും 14 പേരുണ്ടാകുമ്പോൾ. അതുകൊണ്ട് ദിവസം പിറന്നാളിന് ഇങ്ങനെ ഫംഗ്ഷന് പുറത്ത് അവിടെ പോവുക, ഇവിടെ പോയിട്ട് സെലിബ്രേഷൻ അവിടെ. അപ്പോൾ ആ സാധനങ്ങളൊക്കെ എൻ്റെ ചെറുപ്പത്ത് അങ്ങനെ ആ ഒരു ട്രെൻഡ് ഇപ്പോഴാണല്ലോ വരുന്നത്. അതായത് ബർത്ത്ഡേക്ക് ബീച്ചിന് അവിടെ പോയി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്, അതൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ. അപ്പോൾ അന്ന് കാലത്ത് അതില്ലെങ്കിലും എനിക്ക് ഇപ്പം എൻ്റെ അനിയൻ ഇങ്ങനെ പോകുന്നതൊക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ തോന്നും, അതൊക്കെ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് മിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കൂളത്തെ കുറേ കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്. എന്നാലും എൻ്റെ ആ പ്രിൻസിപ്പൽ നല്ല സപ്പോർട്ടീവ് ആയതുകൊണ്ട് കുറേയൊക്കെ എന്നെ മാക്സിമം പറ്റുന്ന പോലെ ഈ സ്കൂൾ ഫണ്ടിലൊക്കെ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഫാദർ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ മിസ്സിങ് ഇല്ല. എന്നാലും ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നും, എനിക്ക് മര്യാദയ്ക്കൊരു സൈക്കിൾ ഓടിക്കാൻ പോലും എനിക്ക് ഇപ്പോഴും അറിയില്ല. എനിക്ക് ഇങ്ങനെ കളിക്കും ഞാൻ. അപ്പം അതപ്പോഴൊക്കെ എനിക്കിങ്ങനെ ആലോചിക്കും, മര്യാദയ്ക്ക് കുട്ടികളാകുമ്പം നമ്മൾ കളിക്കാനും സൈക്കിളിലൊക്കെ പോകുമല്ലോ, അങ്ങനെയൊന്നും ഞാൻ പോയിട്ടില്ല. അതൊക്കെ എനിക്ക് മിസ് ചെയ്യും. പക്ഷെ ഇപ്പം ആസ് ഓഫ് നൗ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതെ. ഫ്രണ്ട്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഫ്രണ്ട്സ് വളരെ എണ്ണത്തിൽ കുറഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചിന്തിക്കാറുണ്ടോ, ഇങ്ങനെ ഒരാളെ ഞാൻ ഫ്രണ്ട്സ് ആക്കുകയുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ? അങ്ങനെ ഇപ്പം സ്കൂളിൽ എനിക്ക് ഒരു 2-3 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർ നമ്മൾ ഫ്രണ്ട് ആയി അങ്ങനെ നമ്മൾ പോലും വിചാരിക്കാതെ ആ ഒരു ബോണ്ട് വന്നതാ. ഞാൻ പോലും അല്ലെങ്കിൽ അവൾ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു ബോണ്ടിങ് വരുമെന്നോ. അങ്ങനെ നമ്മൾ തീരെ എക്സ്പെക്റ്റ് ചെയ്യാതെ വന്നൊരു ബോണ്ടിങ് ആയിരുന്നു അത്. പക്ഷെ എനിക്ക് പേടി കോളേജിലേക്ക് വരുന്ന സമയത്തായിരുന്നു. കാരണം കോളേജിലേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ പുതിയ എൻറ്റയർലി വേറെ തന്നെ ഒരു കൾച്ചറാണ് കോളേജിൽ എന്ന് പറയുമ്പം. അപ്പോൾ അവിടെ കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും ഇപ്പം ഞാനിങ്ങനെ പാട്ടൊക്കെ പാടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പബ്ലിക് ഫിഗർ എന്നൊക്കെ ഉള്ളതിൽ വരുമ്പോൾ കുട്ടികൾ ജാടാ അങ്ങനെ വിചാരിച്ച് എൻ്റെ അടുത്ത് മിണ്ടാതിരിക്കുകയോ അങ്ങനത്തെ ഒക്കെ ഒരു തോട്ട് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. പക്ഷേ കോളേജിലാണെങ്കിലും ഇതേമാതിരി ക്ലാസ്സിൽ ചെന്ന് ഫസ്റ്റ് ഡേ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഓരോ കുട്ടികൾ നോക്കുമല്ലോ, പരിചയപ്പെടും, ഹായ് ആശ്രയ ഹായ് അങ്ങനെ പരിചയപ്പെടുമ്പോൾ 2 ആൾക്കാരെ കണ്ടപ്പോൾ എനിക്ക് അവരെ കളിയൊക്കെ കണ്ടപ്പോൾ തോന്നി, ഓക്കെ ഇതെൻ്റെ വൈബിന് പറ്റാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ സംസാരിച്ച് അങ്ങനെ ആ ഒരു വൈബായി വന്നതാണ്. ഓക്കെ. ജെൻസി ആണല്ലോ. അപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലം ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയൊക്കെ പറയുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും ഓരോ കാറ്റഗറീസ് ഉണ്ട്. ജെൻസി, മില്ലേനിയൽസ്, ജെൻ ആൽഫ, ബീറ്റ, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്, നമുക്കൊന്നും അറിയില്ല. ഇപ്പൊ ജെൻസി ട്രെൻഡ്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആളാണോ? ഞാനങ്ങനെ ജെൻസി ട്രെൻഡ്സ് ഒന്നും ഫോളോ ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ അനിയനാണ് പിന്നെയും
കുറേ എന്തൊക്കെയോ ടേംസും അതറിയോ ചേച്ചി ഇതറിയോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറയാം എന്താ, എനിക്ക് കുറേ കാര്യങ്ങൾ അവനാ പറഞ്ഞു തരാറ്. അല്ലാതെ എനിക്ക് അങ്ങനെ ഞാനങ്ങനെ ജെൻസി ടേംസ് കുറേ ടേംസ് ഉണ്ടല്ലോ, സ്കിബിഡി അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതൊന്നും യൂസ് ചെയ്ത പോലും ആളല്ല. എനിക്ക് അതെന്താന്ന് പോലും ഈ അടുത്ത് എൻ്റെ അനിയൻ പറഞ്ഞിട്ടാണ് അറിയണത്. അപ്പം അങ്ങനെ ഒരു ജെൻസി കൈൻഡ് ഓഫ് സ്റ്റൈല് ഞാൻ ഫോളോ ചെയ്യാറില്ല. എനിക്ക് കുറേയൊക്കെ ഞാൻ എൻ്റെ ഏജിലെ കുട്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ കുറച്ച് ജെൻസി അല്ലാത്തൊരു ടൈപ്പാണ്. ജെൻസിയിലെ മില്ലേനിയലാണ്. അങ്ങനെ വേണേലും പറയാം. പാട്ടുകളോടുള്ള ഇഷ്ടം കവർ ചെയ്യുന്ന പാട്ടുകൾ ചൂസ് ചെയ്യുന്ന സമയത്താണല്ലോ കുറച്ച് ഓൾഡ് പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഞാൻ കൂടുതലും കേൾക്കുന്നതും അങ്ങനത്തെ പാട്ടുകളാണ്. ഞാനിപ്പം എല്ലാ ജോണേഴ്സും കേൾക്കും. അതായത് ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ഇപ്പം ഏറ്റവും കൂടുതൽ പാട്ട് കേൾക്കുക. അപ്പം പാട്ട് കേൾക്കുമ്പോൾ എല്ലാതും കേൾക്കുമെങ്കിലും നമ്മൾ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2000 അല്ലെങ്കിൽ 19s ആ കാലഘട്ടത്തേക്ക് കടക്കും. 80s 90s അവിടേക്ക് കടക്കും. പിന്നെ ആ ഒരു കൈൻഡ് ഓഫ് സോങ്സ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാണ് ഞാൻ. പിന്നെ ഇങ്ങനെ ഒരു കവർ സോങ് ചെയ്തിടാന്ന് വെക്കുമ്പം നമ്മളിപ്പോൾ ഒരു പോപ്പുലാരിറ്റീനെ എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതൽ പേർക്കും ഇഷ്ടം പഴയ പാട്ടുകൾ തന്നെയായിരിക്കും. ഇപ്പം എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ജെൻസീസ് ഉണ്ടാവും, മില്ലേനിയൽസ് ഉണ്ടാവും, എല്ലാവരും ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവില്ല. ഇതിലെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കുറച്ച് കൈൻഡ് ഓഫ് പാട്ടുകളുണ്ടല്ലോ. അങ്ങനത്തെ പാട്ടുകൾ നോക്കിയിട്ടാണ് കൂടുതലും പാടാറ്. പിന്നെ മെയിൻ പാട്ടുകൾ അമ്മ അച്ഛനും ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അവരുടെ കാലത്തിൽ ഇഷ്ടപ്പെട്ടിരുന്ന പാട്ടുകൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെയാണ് കവേഴ്സൊക്കെ സോങ് സെലക്ട് ചെയ്യാറ്. അപ്പോൾ ഇതുപോലത്തെ പാട്ടുകൾ പാടാനുള്ള ഒരു അവസരം ഞാനിപ്പോൾ തരട്ടെ? ഓ ഷുവർ. നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോവാം. എൻ്റെ കയ്യിൽ കുറച്ച് ചിറ്റ്സ് ഉണ്ട്. അപ്പം അത് എടുക്കുക. അതിനകത്തെ വാക്ക് ആ ഫസ്റ്റ് ലൈനിലോ അല്ലെ സെക്കൻഡ് ലൈനിലോ വരുന്ന ഒരു പാട്ട് പാടണം. ഓക്കെ ഓക്കെ, നോക്കാം. തരട്ടെ? എടുക്കട്ടെ, റാൻഡമായിട്ട് എടുത്താൽ പോരാ? റാൻഡമായിട്ട്. ശ്രുതി. ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ സ്വരമാ ചിറകിൽ അലസം നിങ്ങളിൽ മനസ്സിൻ്റെ ഉപവനത്തിൽ പറന്നുവാ. യെസ്. ഓ, എത്ര പെട്ടെന്നല്ലേ അത് ഓർത്തെടുത്ത് പാടിയത്. അടുത്തത് ഉയിർ. ഇതിൽ കുറേ ഉയിര് വരുന്നുണ്ടല്ലോ ദൈവമേ. ഒരു ഉയിരിനെ ചൂസ് ചെയ്യാം. ഉയിരേ ഒരു ജന്മം നിന്നെ ഞാനും അറിയാതെ പോകേ, വാഴ്വിൽ കനലാളും പോലെ ഒരുക്കും ഒരു മോഹം നീയേ. കല്യാണം. ഓ, കല്യാണ കച്ചേരി പാടാമെടി, കച്ചേരിക്കാരും പോരും നോടി, പോരുമ്പോ പൂക്കൊമ്പത്താടും നോടി, അമ്പാട്ടി തമ്പ്രാട്ടി കുഞ്ഞാങ്കിളി, വേലേ വേലേ വെറുതെ തരുമോ നിറനാഴി വെറുതെ പൊന്ന്, ഓ കല്യാണ കച്ചേരി പാടാമെടി, കച്ചേരിക്കാരും പോരും നോടി. മുല്ല. എന്നോ ഞാൻ എൻ്റെ മുറ്റത്തൊരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു, കണ്ണീർ തേവി നനച്ചു കിനാവിൻ്റെ പൊൻതോവൽ കൊണ്ട് പന്തലിട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാവള്ളിയിലൊന്നു തൊട്ടു, രണ്ടാം നാളിൻ്റെ ജീവനമൊട്ടവനിൻ്റെ വന്നു കട്ടു, ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടേട്ടു. അരെ വാ. സെഗ്മെന്റ് കഴിഞ്ഞു. ഈ പാട്ട് പാടിയപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് നമ്മുടെ മീനാക്ഷി ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ്. അത് അന്ന് തുടങ്ങിയിട്ട് ഇന്ന് വരെ അങ്ങനെ തന്നെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതെ അതെ അതെ. അത് നമ്മള് ഓഡിയോ ലോഞ്ചിൻ്റെ അന്നാണ് മീനാക്ഷിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ആ സമയത്ത് ഞാനൊരു ഒതുങ്ങിയ ഒരു കുട്ടിയും മീനാക്ഷി ഒരു ഓടിക്കളിക്കുന്നൊരു കുട്ടിയാണ്. മീനാക്ഷി കാരണം ആ സെറ്റിലാണെങ്കിൽ എല്ലാവരും അറിയാം, അവിടെ ഫാമിലി കുട്ടികളെയും എല്ലാവരും അറിയാം. അതുകൊണ്ട് അവൾ അവിടെ ഫുൾ ഓടിക്കളിക്കായിരുന്നു. അപ്പം ഞാൻ വന്നപ്പം പോസ്റ്ററിൽ ഈ കുട്ടീനെ കണ്ടു. ആ കുട്ടി ഇങ്ങനെ ദൂരെ ഇതിലൂടെ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട്, അതും കണ്ടു. പിന്നെ നമ്മൾ ആ പാട്ട് ഓഡിയോ ലോഞ്ചിൻ്റെ സമയത്ത് സ്റ്റേജിൽ കയറി. അപ്പോൾ ഇവളും അടുത്ത് കയറി, അങ്ങനെ സംസാരിച്ചു.
ഹായ് ആ ഒരു സാധനം സംസാരിച്ചു. പിന്നെ ഇതേപോലെ മൂവി ഹിറ്റായതോടുകൂടി കുറേ സ്റ്റേജ് ഷോസും അതേപോലെ അമറക് ബ്രാന്തോണിയുടെ 75th ഡേ സെലിബ്രേഷനും 50th അങ്ങനെ കുറേ സെലിബ്രേഷൻസും കുറേ കാര്യങ്ങളായിട്ട് ഒരുമിച്ച് കൂടി. പിന്നെയാണ് മിനുങ്ങും പിന്നെ അവനിങ്ങനെ വരുന്നത്. അത് കേട്ടപ്പോൾ മീനാക്ഷിയാണ് അഭിനയിക്കുന്നത്. ഓ ആണല്ലോ സന്തോഷം. അതെ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അതൊരു ട്രെൻഡായി. പലരും പറയാറുണ്ട് മോഹൻലാൽ MG ശ്രീകുമാർ എന്നുള്ള മാതിരി ശ്രേയയും മീനാക്ഷിയും കോമ്പ് ഭയങ്കര ഇഷ്ടമാണെന്ന് കുറേ പേര് പറയാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളൊരു 14-15 പാട്ടുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. മൂവീസ് അല്ലാതെ ആൽബം സോങ്സും കുറേ അങ്ങനെ പാടിയിട്ടുണ്ട്. അത് മുസ്ലിം ഡിവോഷണൽസ് ഉണ്ട്, അതല്ലാതെ വേറെ കൊമേഴ്ഷ്യൽ ആൽബംസും അങ്ങനെ കുറേ പാട്ടുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം അതും ഇതേപോലെ എങ്ങനെയോ വന്നൊരു ഫ്രണ്ടാണ്. പക്ഷേ നമ്മളിപ്പോഴും നല്ല നല്ല വൃത്തിക്ക് നല്ലപോലുള്ളൊരു ബോണ്ടിങ് ആണ് അവളായിട്ട്. ഇപ്പോൾ അതേമാതിരി എല്ലാ ദിവസവും വിളിക്കുന്നില്ല, അല്ലെങ്കിൽ ടെക്സ്റ്റോ അല്ലെങ്കിൽ കാണുന്നോ ഒന്നുമില്ല. കാണുന്നത് ശരിക്കും വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 പ്രാവശ്യം കൂടുമ്പോഴൊക്കെയാണ്. പക്ഷേ നമ്മളെപ്പോൾ കണ്ടാലും ആ ബോണ്ടിങ് കൊണ്ട് അവൾക്ക് എന്നെ പറ്റി നന്നായിട്ട് അറിയാം, എനിക്ക് അവളെ പറ്റി അറിയാം. നമ്മൾ ഫുൾ അപ്ഡേറ്റഡ് ആണ്. അതായത് എനിക്ക് എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് അവൾക്കറിയാം, അവൾക്ക് എന്തൊക്കെ നടക്കുന്നു എന്ന് എനിക്കും അറിയാം. ബട്ട് സ്റ്റിൽ ആ ഒരു കോണ്ടാക്റ്റോ എന്നും നിലനിർത്തി കൊണ്ടുപോയാൽ മാത്രം നിൽക്കുന്നൊരു ബന്ധം എന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു ബന്ധം അല്ല അത്. ഞങ്ങൾ അങ്ങനെ നിലനിർത്താൻ നിൽക്കാറില്ല. നമ്മളെ തിരക്കിലാണ്. പക്ഷെ എന്നാലും ഒരു പോയിന്റ് വന്നാൽ ഞങ്ങൾ അത്രയും ക്ലോസുമാണ്. അങ്ങനത്തെ ഒരു ഫ്രണ്ട് എനിക്ക് ആകെ ഉള്ളത് മീനാക്ഷിയാണ്. അപ്പം നിങ്ങൾ രണ്ടുപേരും എസ്പെഷ്യലി നമ്മൾ മലയാളികളുടെ മുന്നിൽ വളർന്ന പിള്ളേരാണ് അല്ലേ? അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ഇപ്പോൾ എവിടെയെങ്കിലും ചെന്നാൽ തന്നെ സ്നേഹം കൊണ്ട് പൊതിയുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. പിന്നെ അങ്ങനെ എപ്പോഴും ചെറിഷ് ചെയ്യുന്ന ഒരു മൊമെന്റ് ഏതായിരിക്കും? ചെറിഷ് ചെയ്യുന്ന മൊമെന്റ്സ് ഇപ്പം ചെറുതാവുന്ന സമയത്ത് ആൾക്കാർ വന്ന് കെട്ടിപ്പിടിക്കും, ഉമ്മ വേഗം ചിലരിങ്ങ് തൊട്ടൊക്കെ നോക്കും, ചിലപ്പോൾ വേദനിക്കൊക്കെ ചെയ്യും. എന്നാൽ ആൾക്കാർ ആ സ്നേഹം കൊണ്ട് ആ ഒരു കാരണം കുട്ടിയാകുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു കൗതുകം എന്നൊക്കെ പറയാം. അപ്പോൾ അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അത് ആദ്യം എനിക്കതൊക്കെ ഒരു ഇങ്ങനെ തൊടുമ്പോൾ വേദനിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതിനെ ഞാൻ ആൾക്കാർക്ക് എന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ. അത് പിന്നെ ഞാൻ വീട്ടുകാർക്ക് ഇങ്ങനെ അവരിന്നെങ്ങനെ നുള്ളി അങ്ങനെയൊക്കെ പറയുമ്പോൾ വീട്ടുകാർ പറയും അത് ഇഷ്ടമുള്ളത് കൊണ്ടാണ്, ഓരോ ആൾക്കാർ അങ്ങനെയാണ്. അപ്പോൾ പിന്നെ അത് പറയുമ്പോൾ എനിക്ക് പിന്നെ ഓക്കെ, പിന്നെ അത് അവരങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും ഞാനത് ഭയങ്കര ആയിട്ട് എൻജോയ് ചെയ്യാറുണ്ട് അവരുടെ സ്നേഹം. ഓക്കെ. ഇപ്പോഴും അതുപോലെ തന്നെ ആളുകൾ അടുത്ത് വരാറും സംസാരിക്കാറും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ആൾക്കാർക്ക് കുറെ ഞാൻ വലുതായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കണ്ടിട്ട് അങ്ങനെ മനസ്സിലാവില്ല. ചില ഇൻസ്റ്റാഗ്രാമിൽ പാടുന്ന കുട്ടിയല്ലേ എന്നൊക്കെ അങ്ങനെ ചോദിച്ച ആൾക്കാർ വരാറുണ്ട്. ചിലർ ശ്രേയ എന്ന് പറഞ്ഞിട്ട് തന്നെ വരാറുണ്ട്. പക്ഷെ കൺഫ്യൂഷനാണ്. കാരണം എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലുള്ള മുഖമല്ല നേരിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അങ്ങനെ കുറെ പേര് പറയാറുണ്ട് നേരിട്ട് കാണാൻ വേറെ ആളെ പോലെയാണെന്ന് പറയാറുണ്ട്. എനിക്ക് അങ്ങനെ തോന്നാറില്ല. അപ്പോൾ ഇങ്ങനെ പറയാറുണ്ട് ആ കുട്ടീനെ മാരിയുണ്ട്, അങ്ങനെയും വന്ന് ചോദിക്കുന്നുണ്ട് ശ്രേയനെ മാരിയുണ്ട്. ഇപ്പം എൻ്റെ കോളേജിലാണെങ്കിൽ തന്നെ ജൂനിയേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇതേമാതിരി ഇങ്ങനെ ഞാൻ സൈഡിലൂടെ പാസ് ചെയ്യുമ്പോൾ ശ്രേയനെ പോലെ ഇല്ലേ, ശ്രേയാണോ? ശ്രേയല്ല, ഈ കോളേജിൽ ശ്രേയൊന്നും പഠിക്കില്ല, എന്ത് ശ്രേയല്ല, അങ്ങനെ പറയുന്ന കുട്ടികളും ഉണ്ട് എൻ്റെ കോളേജിൽ. അപ്പോൾ അതിപ്പോഴും അതൊരു ഫണ്ണാണ്. 2019 മുതൽ ഒരു ബാൻഡ് ഉണ്ട്. അപ്പോൾ ഈ ബാൻഡ് വേണം എന്നൊരു തീരുമാനം അത് ആരുടെയായിരുന്നു? ശ്രേയ തന്നെ തീരുമാനിച്ചതാണോ അതോ പാരൻസ് ആയിട്ട് എടുത്ത തീരുമാനമാണോ? എന്താണ് ബാൻഡ്? എന്തൊക്കെ രീതിയിലുള്ള പാട്ടുകളാണ് നിങ്ങൾ ചെയ്യുന്നത്? ഷോസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതിനെ പറ്റി ഒന്ന് പറയുമോ? ബാൻഡ് നമ്മൾ MJ അങ്കിൾ ഇതേപോലെ എൻ്റെ അടുത്ത് പണ്ട് മുതലേ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും പറഞ്ഞു നീ കുറച്ച് കാലം കഴിഞ്ഞ് ശ്രേയക്കുട്ടിയുടെ ഒരു ബാൻഡ് വേണം, ബാൻഡ് എന്നുള്ള രീതിയിൽ ശ്രേയക്കുട്ടി പബ്ലിഷ് അങ്ങനെ പുറത്ത് പാടണം, അങ്ങനെയൊക്കെ MJ അങ്കിൾ പണ്ട് പറയാറുണ്ട്. പക്ഷേ ഞാനെപ്പോഴും വിചാരിച്ച ഞാനൊരു ഷോ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ ആയിട്ടില്ല എന്നുള്ളൊരു ഇതിൽ തന്നെയായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലോക്ക്ഡൗൺ സമയത്ത് ഒരു ഷോ നമുക്ക് വരുന്നത്. അപ്പം ഷോ ഇല്ലാത്ത സമയത്ത് പെട്ടെന്നൊരു ഷോ വരുമ്പോൾ നമ്മളത് എടുക്കുക എന്നുള്ളത് തന്നെ നോക്കില്ല. ഞങ്ങൾ ആ ഷോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആലോചിക്കുന്നത് കീബോർഡ് ഗിറ്റാർ ഒന്നും വായിക്കാൻ ആരും ഇല്ലല്ലോ, ആര് വായിക്കും? അങ്ങനെ നമ്മൾ അപ്പം ഉണ്ടായിരുന്നൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് കുറച്ച് ചേട്ടന്മാർ അന്ന് ഉണ്ടായിരുന്നു. അവർ അങ്ങനെ വെച്ച് നമ്മൾ ശ്രേയ കളക്റ്റീവ് എന്നൊരു പേരിട്ട് അങ്ങനെ ബാൻഡ് തുടങ്ങിയതാണ്. അങ്ങനെ തുടങ്ങി അന്നൊരു ഷോ ചെയ്ത് പിന്നെ ഒരു ലോങ് ഗ്യാപ്പ് തന്നെയായിരുന്നു. പിന്നെ ഒരു ബാൻഡ് തുടങ്ങി നമ്മൾ പിന്നെ അതിൽ വർക്ക് ചെയ്ത് കുറച്ച് ആൾക്കാരിലേക്ക് എത്തിക്കണമല്ലോ. അങ്ങനെ ഉള്ള കുറച്ച് ടൈം എടുത്തു. പിന്നെ കുറച്ച് കവേഴ്സൊക്കെ ഇറക്കി. പിന്നെ കുറച്ച് ഇപ്പോഴും ഞാൻ അധികം ലൈവ്സ് ഒന്നും ചെയ്തിട്ടില്ല, വളരെ കുറച്ച് ലൈവുകളെ ചെയ്തിട്ടുള്ളൂ. എന്നാലും ലൈവുകൾ ഇപ്പം നല്ലപോലെ വൃത്തിക്ക് ഇപ്പം ഞാനൊരു 1.5 മണിക്കൂർ ഷോ ഒക്കെ ഒറ്റയ്ക്ക് ചെയ്യാനുള്ളൊരു ഇതായിന്ന് എനിക്കും ഒരു തോന്നി തുടങ്ങി. അപ്പം അങ്ങനെ ഷോസ് ഇപ്പം ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാ ടൈപ്പ് ഓഫ് പാട്ടുകളും ഞാൻ പറഞ്ഞില്ല, എല്ലാ ജോണേഴ്സ് ഓഫ് സോങ്ങിനെയും സ്നേഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പം എല്ലാ ടൈപ്പ് ഓഫ് പാട്ടുകളും ഓഡിയൻസിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചും ഒക്കെ നമ്മൾ പാടാറുണ്ട്. അപ്പോൾ വൺസ് ഒന്ന് സെറ്റിലായി കഴിയുമ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് സോങ് ഒക്കെ നിങ്ങളുടെ ബാൻഡിൻ്റെ ശ്രേയ കളക്റ്റീവിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാവോ? പിന്നെ തീർച്ചയായിട്ടും ആ ഇൻഡിപെൻഡൻറ്റ് വർക്ക്സിൻ്റെയൊക്കെ പുറകിലാണ് ഞാനിപ്പോൾ ഉള്ളത്.
അങ്ങനത്തെ വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ. കമ്പോസിഷനിൽ ഇറങ്ങാൻ താല്പര്യമുണ്ടോ? അതായത് ഫിലിം ഇൻഡസ്ട്രിയിൽ മ്യൂസിക് കമ്പോസിഷൻ എനിക്ക് അതിന് മാത്രം കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്ക് ഇപ്പോൾ ഞാനിങ്ങനെ സ്വന്തമായിട്ട് എൻ്റെ മൈൻഡിൽ വരുന്ന പാട്ടുകളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പം എനിക്ക് ഒരു പരിധിക്ക് മുകളിൽ എൻ്റെ പാട്ട് ഞാൻ കോപ്പി അടിക്കുന്ന തന്നെ തോന്നും. ഇപ്പം അങ്ങനെ ഒരു പാട്ട് വേറെ ഉണ്ടല്ലോ, അങ്ങനെ എനിക്ക് തോന്നും. അപ്പോൾ ആ ഒരു രീതിയിലാണ് എൻ്റെ ഒരു പോക്കുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് സിനിമയിലേക്കൊന്നും അങ്ങനെയൊന്നും വരാൻ ചാൻസ് വളരെ കുറവാണ്. അതെ, ബാൻഡാണ് ഇപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, ബാൻഡിലെ ഷോസും ഓക്കെ. അങ്ങനെയൊക്കെ. അതിലേക്കുള്ള പാട്ടൊക്കെ ചൂസ് ചെയ്യുന്നത് അത് ഡെഫിനറ്റ്ലി അത് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്ര ഫോക്കസ്ഡ് ആയിരിക്കണം. ഈ പാട്ട് ആൾക്കാർക്ക് വൈബ് ഉണ്ടാക്കുന്നോ എന്ന് മനസ്സിലാക്കണം. അത് ആരാ ചൂസ് ചെയ്യുന്നത്? ശ്രേയ തന്നെയാണോ ചൂസ് ചെയ്യുന്നതിൽ എൻ്റെ അമ്മയും ഒരു വലിയ പാർട്ട് തന്നെയാണ്. കാരണം കോളേജിന് വേണ്ട കൈൻഡ് ഓഫ് സോങ്സ് എല്ലാം നമ്മളൊരു പബ്ലിക് ഒരു ഈവെൻറ്റിന് വേറെ പാടേണ്ടത്. കാരണം ഒരു മിഡിൽ ഏജ്ഡ് ആൾക്കാരും ഉണ്ടാകുന്നതുകൊണ്ട് അപ്പം അങ്ങനത്തെ ആൾക്കാർക്കും കൂടി പോകുന്ന പാട്ടുകൾ ചൂസ് ചെയ്യണം. എന്നാൽ നമ്മുടെ വൈബ് ചെയ്യേണ്ടവർക്ക് വൈബ് ചെയ്യാനും പറ്റണം. അങ്ങനത്തെ പാട്ട് എടുക്കണമല്ലോ. അപ്പം മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള അവർക്ക് വേണ്ടി കുറേ മെഡ്ലി സോങ്സ്, ബാബുക്കയുടെ പാട്ട്, അങ്ങനെ പഴയ പാട്ടുകൾ, അല്ലെങ്കിൽ കുറച്ച് സ്ലോ ബേസ്ഡ് ആയിട്ടുള്ള വിദ്യാസാഗർ സാറിൻ്റെ പാട്ട്, അങ്ങനെ കുറേ പാട്ടുകൾ നമ്മളെടുത്തിട്ട് മെഡ്ലി പോലെയൊക്കെ ആയിട്ട് ചെയ്യാറുണ്ട്. അതുകൂടാതെ ഇപ്പം രാരവേണൊക്കെ ഇപ്പം അങ്ങനെ ബാൻഡൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന പാട്ടാണല്ലോ. പിന്നെ മാർഗഴിയെ മല്ലികയെ, ഈ പാട്ടൊക്കെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാടില്ല. അപ്പം അങ്ങനത്തെ പാട്ടുകളൊക്കെ എടുത്ത് ഒന്ന് പവറാക്കി ചെയ്യാം. ഇംപ്രവൈസ് ചെയ്തിട്ട് അല്ലേ? അതെ. ഞാൻ 1-2 വീഡിയോസ് കണ്ടിരുന്നു ഷോസ് ചെയ്യുന്നത്. ഭയങ്കര പവർ പാക്ഡ് എനർജറ്റിക് പെർഫോമൻസ്. എനിക്ക് തോന്നുന്നു റിയാലിറ്റി ഷോയിൽ, അത് ഏത് റിയാലിറ്റി ഷോയിൽ നിന്ന് വന്ന സിംഗേഴ്സ് ആണെങ്കിലും അവർക്ക് അവരുടെ വൈബ്, സ്റ്റേജിലെ വൈബ് ഡിഫറെൻ്റ് ആയിരിക്കും. അതെ അതെ, അത് അവർക്ക് അവിടെ നിന്ന് കിട്ടിയൊരു ട്രെയിനിങ് ആണ്. അതെനിക്ക് തോന്നുന്നു ശ്രേയയ്ക്കും അത് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇടയ്ക്ക് കുറച്ച് നാളത്തേക്ക് ഒരു ആങ്കറിങ് മേഖലയിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റെപ്പ് ഇൻ ചെയ്തായിരുന്നു അല്ലേ, ടോപ്പ് സിംഗറിൽ? അത് വല്ലാത്തൊരു കാലമായിരുന്നു അത്. കാരണം മീനാക്ഷിക്ക് 10th ബോർഡ് എക്സാമിൻ്റെ സമയത്താണ് അവള് 10th റിപ്പീറ്റ് എന്തോ ചെയ്തതുകൊണ്ട്. അതെ, അപ്പം ഞാൻ +1 അവള് 10th വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അപ്പം എനിക്ക് അങ്ങനെ വലിയ ക്ലാസ് കട്ട് ചെയ്യുന്ന പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒബ്വിയസ്ലി മീനാക്ഷിക്കില്ല, എന്നാൽ ശ്രേയ നോക്കാം. അങ്ങനെ നോക്കിയിട്ട് വന്നൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത്. പക്ഷെ ഞാൻ അതിൽ തീരെ ഓക്കെ അല്ലേ. എനിക്ക് എൻ്റെ ഒരു, കാരണം നമുക്ക് ചെവിയിലൂടെ അങ്ങനെ അവർ പറഞ്ഞു തരുന്നത് ഇങ്ങനെ കേട്ട് ആ സ്പോട്ടിൽ തന്നെ പറയുന്നതൊക്കെ ഭയങ്കര ടാസ്ക്കുള്ള പരിപാടിയാണ്. അപ്പം വെയിറ്റുള്ളൊരു ഡ്രസ്സും നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഹീൽസൊക്കെ ഇട്ട് നമ്മൾ ആ ഒരു ഫോമിൽ ഇങ്ങനെ നിൽക്കണ്ട. നമ്മൾ ഇപ്പം ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് ഇല്ലാത്തൊരു പരിപാടിയാണ്. അപ്പം ഞാൻ ശരിക്കും മീനാക്ഷിനൊക്കെ നമിച്ചു പോയി. മീനാക്ഷിനെ അല്ല, ബാക്കി എത്ര ആങ്കേഴ്സിനെ ചെറുപ്പം മുതലേ കുറേ പേരെ കാണുന്നുണ്ടല്ലോ. അപ്പം അവരൊക്കെ ശരിക്കും ഭയങ്കര ജോലിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ടഫായിട്ടുള്ളൊരു പരിപാടിയാണ്. കാരണം ഇന്നിയേഴ്സിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞുതരും, ഇന്ന് അടുത്ത കുട്ടിയാണ്, അപ്പോൾ ഇന്ന പറയണം, അത് ചെയ്യണം, ഇങ്ങനെ അങ്ങനെ പറയുന്നതിനനുസരിച്ച് നമ്മളെ ഭാവനയിലനുസരിച്ച് ഇങ്ങനെ പറയണം. എനിക്ക് അങ്ങനെയൊന്നും പറയാൻ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതിങ്ങനെ ഇപ്പം MJ അങ്കിൾ അന്ന് ഗസ്റ്റ് ഉണ്ട്, MJ അങ്കിളും ഇവർ 3 പേരും എൻ്റെ ഗുരുക്കളായതുകൊണ്ട് തന്നെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നത്. സാരമില്ല, ഒന്നും കൂടി എടുക്കാം അങ്ങനെ പറഞ്ഞ് കുറേ നാവ് ഉളുക്കി പോവും, പറയുന്നതിന് ബളബളാന്നാവും. അത് അങ്ങനെ കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നൊരു പരിപാടിയായിരുന്നു. കാരണം രാവിലെ അതേപോലെ മേക്കപ്പ് ഇട്ട് നിന്നാൽ രാത്രി എല്ലാവരും പോകുന്ന ക്രൂ, സെറ്റിലെ ക്രൂ പോകുന്നതിൻ്റെ കൂട്ടത്തിലേക്ക് ആങ്കറും പോവുക. അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. പിന്നെ എന്നെ വിളിച്ചപ്പോൾ ഞാനില്ല, പ്ലീസ് ഇനിയൊരു ചാൻസ് കിട്ടിയാലോ? ഇല്ല, വേണ്ട. വാട്ട് അബൌട്ട് ആക്ടിങ്? ആക്ടിങ്ങിലാണ് അങ്ങനെ ഒരു ചാൻസ് വരുന്നത്? ആക്ടിങ്ങും ഇതേപോലെ എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹമുള്ള ഒരു കരിയറും അങ്ങനത്തെ സംഭവമൊന്നുമല്ല. പക്ഷെ എന്നാലും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഭയങ്കര സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സാധനമാണ്, അതായത് മമ്മൂക്കയുടെ കൂടെ, ലാലങ്ങളുടെ കൂടെ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനമാണെങ്കിൽ ആരെങ്കിലും മിസ് വേണ്ടാന്ന് പറയുമോ? ഇല്ലല്ലോ. ഇനി സോഷ്യൽ മീഡിയയിലും കൂടെ കുറച്ചും കൂടെ ആക്റ്റീവ് ആവണം എന്ന് വിചാരിച്ചാൽ ആ ഒരു ലൈഫ് എൻജോയ് ചെയ്യുമോ? അതായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൈൻഡ് ഓഫ് ലൈഫ്. ഇൻഫ്ലുവൻസർ കൈൻഡ് ഓഫ് ലൈഫ് എന്നുള്ളത്, എനിക്കിപ്പോൾ യൂട്യൂബ് ചാനൽ കുറേ വർഷമായിട്ട് ഉള്ളതാണ്. എനിക്കൊന്ന് ഈ ലോക്ക്ഡൗൺ സമയത്ത് തന്നെയാണ് എല്ലാം ഒന്ന് ഓണായി വന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറേ കവർ സോങ്സിനായിട്ട് കുറേ പാടിയിടാറുണ്ടായിരുന്നു. കവർ സോങ്സും ചെറിയ ചെറിയ വ്ളോഗ്സും, ബർത്ത്ഡേ വ്ളോഗ്, പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതിൻ്റെ അങ്ങനത്തെ ഓരോന്നായിട്ട് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്യാപ്പ് വന്നു. അപ്പോൾ ആ സമയം ഞാനിങ്ങനെ കൺസിസ്റ്റൻ്റ്ലി ചെയ്തുകൊണ്ടിരുന്ന സമയം ഭയങ്കര സബ്സ്ക്രൈബേഴ്സൊക്കെ കയറി, 100K സബ്സ്ക്രൈബേഴ്സൊക്കെ, അതൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സമയം നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു. പിന്നെ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞു, ഷോസിലേക്ക് ബാക്ക് ടു ഷോസ് എന്നുള്ളൊരു സംഭവമായപ്പം ഷോസിൻ്റെ തിരക്കും റെക്കോർഡിങ്സിൻ്റെ തിരക്കും കാരണം യൂട്യൂബ് അവിടെ കംപ്ലീറ്റ്ലി സ്റ്റോപ്ഡായി.
പിന്നെ ഇതേമാതിരി ഇങ്ങനെ ഇടയ്ക്കെടുത്ത് നോക്കുമ്പം സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടുന്നത് കാണാം, കുറയുന്നത് കാണാം. അങ്ങനെ ഒരു പോയിന്റിൽ ഞാൻ നോക്കിയപ്പോഴാണ് 2 ലക്ഷത്തി എത്രയോ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് നിന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ട് അങ്ങനെ ഇൻസ്റ്റയിൽ ഇടുന്ന സാധനം ചിലപ്പോൾ അവിടെയും പോസ്റ്റ് ചെയ്യും. പിന്നെ ഇപ്പോൾ ഈ അടുത്തൊരു വ്ളോഗും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് മെല്ലെ മെല്ലെ ഇട്ട് തുടങ്ങി. എന്നാലും മടിയാണ്, എന്നാലും ഞാൻ എൻ്റെ മടീനെ മറികടന്ന് ചെയ്യും. ഓക്കെ. അപ്പോൾ ഒരു സിംഗർ എന്നുള്ള രീതിയിലുള്ള ഡ്രീംസ് ആൻഡ് ആസ്പിറേഷൻസ്, അതുപോലെ ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് ഫ്യൂച്ചറിലേക്കുള്ളൊരു സ്വപ്നങ്ങൾ? ഫ്യൂച്ചറിലേക്ക് എനിക്ക് പണ്ട് മുതലേ അങ്ങനെ വലിയൊരു ഡ്രീം, അതായത് എനിക്ക് ഇന്നതാവണം, ഇപ്പം എൻ്റെ കൂടെ പഠിക്കുന്നിടത്തൊക്കെ ചോദിച്ചാൽ അവർക്ക് ഡോക്ടർ, എയർ ഹോസ്റ്റസ്, അവർ ഇന്നത് അങ്ങനെയൊക്കെ പറയണ്ടേ. എനിക്കങ്ങനെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും ടീച്ചേഴ്സ് ചോദിച്ചാൽ പറയാനൊരു ഉത്തരം ഉണ്ടാവില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അന്ന് അത് പറയാം, അങ്ങനെയാണ് ഞാൻ പറയാറുള്ളത്. അന്ന് മുതലേ എനിക്ക് വലിയൊരു ലക്ഷ്യബോധമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ എങ്ങനെയോ ആണ് ഈ ഒരു കരിയറിലേക്ക് വന്നെത്തിയത്. പാട്ട് പഠിക്കാൻ എനിക്ക് ടാലൻ്റ് ഉണ്ടെന്ന് വീട്ടുകാർ കണ്ട് പഠിക്കാൻ ചേർത്തു. പെട്ടെന്നൊരു റിയാലിറ്റി ഷോയുടെ ആഡ് കണ്ടു, വെറുതെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അന്ന് എനിക്ക് 6 വയസ്സാണ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾ പങ്കെടുക്കേണ്ട റിയാലിറ്റി ഷോ ആയിരുന്നു അത്. 6 വയസ്സുള്ളൊരു കുട്ടി പോയിട്ട് കിട്ടുമോ എന്ന് പോലും ഒരു ഉറപ്പില്ല. പിന്നെ പോയി നോക്കാം, ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ അങ്ങനെ എക്സാം കഴിഞ്ഞ് നേരെ സ്കൂൾ യൂണിഫോമൊക്കെ മാറ്റി വേഗം പോയി ഒരു ഓഡീഷൻ എടുത്ത് അങ്ങനെ സെലക്ഷൻ കിട്ടി. പിന്നെയാണ് എൻ്റെ ലൈഫ് മൊത്തം ചേഞ്ചാണ്. പിന്നെയാണ് എനിക്ക് എത്ര പഠിക്കാനുണ്ട്, ഞാൻ എത്ര നോളജ് എനിക്ക് കുറവാണ്, ഇനി എനിക്ക് ഇതിലെന്തൊക്കെ ചെയ്യാനുണ്ട് എന്നൊക്കെ ഞാൻ പഠിക്കുന്നത് ആ ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ്. റിയാലിറ്റി ഷോ അതന്നെ, റിയാലിറ്റി ഷോ കൂടെ കിട്ടിയ കുറേ ഗുരുക്കന്മാരുണ്ട്. അവരുടെ നോളജ്, അവരും ഷെയർ ചെയ്യുന്ന നോളജും എല്ലാം കേൾക്കുമ്പോഴാണ് ഞാനൊന്നുമല്ല, എനിക്ക് ഇനിയും പഠിക്കണം എന്നുള്ളൊരു ഇതെത്തുന്നത്. അങ്ങനെയാണ് ഞാൻ കർണാട്ടിക് പഠിക്കാൻ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ പഠിക്കണം. അതുവരെ ഞാൻ അങ്ങനെ പോയിരിക്കും, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ പാടും എന്നല്ലാതെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ട്രെയിനിങ് വേണം എന്നുള്ളത് അപ്പോഴാണ് തോന്നിയത്. അങ്ങനെയാണ് MJ അങ്കിൾ തന്നെയാണ് എനിക്ക് ബിന്യാൻ്റീനെയും സജസ്റ്റ് ചെയ്ത് തന്നത്. അപ്പോൾ അങ്ങനെ ബിന്യാനിയുടെ അടുത്ത് പോയതിനു ശേഷം ഞാൻ ഒരുപാട് മാറി, എൻ്റെ സിംഗ് സ്റ്റൈൽ ഒരുപാട് മാറി. ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു, എൻ്റെ ഗ്രാസ്പിംഗ് പവർ കൂടി. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ആ ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ തന്നെ അറിയില്ല. അതായത് ഓക്കെ, എനിക്കിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്കിപ്പം ഈ സംഗതി പാടാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കിപ്പം വേഗം ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അത് ബിന്യാൻ്റി തന്നെ പറയും, ഇപ്പോൾ ഗ്രാസ്പിംഗ് പവർ കൂടിയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പം അതൊരു സന്തോഷമല്ലേ. അപ്പം അങ്ങനെ അതൊക്കെ കേൾക്കുമ്പം ഞാൻ തോന്നും, ഇപ്പം ഞാൻ ഇതിൽ ഹാപ്പിയാണ്. അതായത് ഇപ്പം വാട്ട് ആം ഐ ഡൂയിങ്, ആ സാധനത്തിൽ ഐ എം വെരി വെരി ഹാപ്പി. അപ്പം എനിക്കിനിയും കുറേ കൈൻഡ് ഓഫ് സോങ്സ് പഠിക്കണം എന്നും കൈൻഡ് ഓഫ് ജോണേഴ്സ് പഠിക്കണം എന്നും ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ആഗ്രഹത്തിൻ്റെ മുകളാണ് വെസ്റ്റേൺ വോക്കൽ പഠിക്കാൻ വേണ്ടി, വെസ്റ്റേൺ ക്ലാസിക്കൽ വോക്കൽ പഠിക്കാൻ വേണ്ടിയിട്ട്. അത് പെർഫെക്റ്റ്ലി പക്ക ഒപ്പേറ സിംഗിങ് ആണ്. സതീഷ് അങ്കിളും എൻ്റെ ഞാൻ റിയാലിറ്റി ഷോയിലുള്ള സമയത്ത് എൻ്റെ ഗുരു, റിയാലിറ്റി ഷോയിലുള്ള സമയത്ത് നല്ല ഇപ്പോഴും എൻ്റെ ഗുരു തന്നെയാണ്. പക്ഷേ ആ സമയത്ത് എന്നെ കുറേ പെർഫെക്റ്റ് സിംഗിങ് എന്താണെന്നുള്ളത് പഠിപ്പിച്ചു തന്നത് സതീഷ് അങ്കിളാണ്. കാരണം സൂര്യ സിംഗറിൽ പാടുന്ന സമയത്ത് എനിക്ക് വെറും ശ്രുതി, താളം, കറക്റ്റ് എന്ത് സ്ഥലത്ത് തുടങ്ങണം, ലിറിക്സ് പഠിക്കുക, ഇത് മാത്രമേ ഒരു പാട്ട് എന്താണെന്നുള്ളതുള്ളൂ. പക്ഷേ ഓരോ പാട്ടിനും ഓരോ നോട്ട് അവിടെ എത്തണം. അത് സതീഷ് അങ്കിൾ ഇങ്ങനെ വരച്ചുകൊണ്ടാണ് പഠിപ്പിക്കുക. അത് തമിഴ് റിയാലിറ്റി ഷോയിലാണ് സതീഷ് അങ്കിളടുത്ത് ഞാൻ ജോയിൻ ചെയ്ത് തുടങ്ങിയത്. അപ്പം അങ്കിളിങ്ങനെ വരച്ച് ഇവിടെ ഇങ്ങനെ വന്ന് അങ്ങനെ അങ്ങൾ പഠിപ്പിച്ച് തരുമ്പോൾ എൻ്റെ ഓട്ടോമാറ്റിക്കലി എൻ്റെ കൈയും ഞാൻ ഇങ്ങനെയാണ് പാടുക. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കൈ കുറേയൊക്കെ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ സതീഷ് അങ്കിള് പിന്നെ ഒരു എവിടെ സ്റ്റേജ് ഷോ വന്നാലും ഏതൊരു പാട്ട് പഠിക്കണമെങ്കിൽ ഞാൻ ആദ്യം സതീഷ് അങ്കിളടുത്തേക്ക് പോകാം. പിന്നെ ഇപ്പോൾ സതീഷ് അങ്കിൾക്ക് ആ ഹെൽത്ത് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്നാലും അങ്കിൾ എനിക്ക് കുറേ പറഞ്ഞു തരാറുണ്ട്, പറ്റുന്ന പോലെ പറഞ്ഞുതരും. അത് അങ്കിൾക്ക് എനിക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട് അങ്കിൾ പറ്റുന്ന പോലെ പറഞ്ഞുതരും, അങ്ങനെ പാടും. അപ്പോൾ അതൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഒരു ഓഫീസ് കൈൻഡ് ഓഫ് ജോലിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രൊഫഷനോ എൻ്റെ മൈൻഡിൽ ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പം എൻ്റെ മൈൻഡിൽ കുറച്ച് ഇൻഡിപെൻഡൻറ്റ് വർക്ക്സ് ഇറക്കുക, ബാൻഡിനെ നല്ലപോലെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അങ്ങനെ കുറേ ഐഡിയാസൊക്കെയാണ്. ഫ്യൂച്ചറിലാണെങ്കിലും എനിക്ക് പാട്ടില്ലാതൊരു കൈൻഡ് ഓഫ് ഫ്യൂച്ചർ ഞാൻ ഇപ്പം ആലോചിക്കുന്നില്ല. ഈ ഒപ്പേറ സിംഗിങ് ഇപ്പോൾ ട്രെയിൻഡാന്ന് പറഞ്ഞല്ലോ, ഇതുവരെ ശ്രേയ ആ ഒരു രീതിയിലുള്ള പാട്ട് പാടുന്നത് നമ്മൾ കേട്ടിട്ടില്ല. ആ ഒരു ക്യൂരിയോസിറ്റിയോട് ചോദിക്കുക, അങ്ങനെ ഒരെണ്ണം പാടാവോ? ഇത് ശരിക്കും ഞാൻ ഒരു കോൺസേർട്ട് ചെന്നൈയിൽ സാറിൻ്റെ കൂട്ടത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. 2 പാട്ട് പാടാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കോഴിക്കോട് എൻ്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ട് അഹമ്മദ്, അപ്പോൾ അവൻ ചെന്നൈയിലാണ് പഠിക്കുന്നത്. അവൻ ഇതേമാതിരി ഞാൻ എൻ്റെ പരിപാടി ഉണ്ട്, കാണാൻ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ച്. അവൻ വിചാരിച്ച് ഞാൻ ഏതോ മലയാളം പാട്ടോ ഏതോ തമിഴ് പാട്ടോ പാടാൻ വരുന്നത്. ഞാൻ എൻ്റെ ഫോൺ കൊടുത്തിട്ട് വീഡിയോ എടുക്കണേ എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ട് ഞാൻ പാടാൻ പോയി. പാടി കഴിഞ്ഞ് ഇതേതാ മോഡ് എന്നാ എന്നോട് ചോദിച്ചത്. ഇങ്ങനൊരു മോഡുണ്ടോ നിനക്ക് എന്നാണ് അവൻ ചോദിച്ചത്. കാരണം അത് എൻറ്റയർലി ഡിഫറെൻറ്റ് സിംഗിങ് സ്റ്റൈലും കാര്യങ്ങളാണ്. അപ്പം
ട്രൈ ചെയ്ത് നോക്കാം, പാടാം. Angelicus, fit panis hominum, dat panis celicus, figures terminum. Es mirabilis, manducat dominum, pauper, servus et humilis. Servus et humilis. ആ ഫ്രണ്ട് ചോദിച്ചാൽ ഞാനും ചോദിക്കട്ടെ, ഇത് ഏതാ മോഡ്? സൈക്കുട്ടിയുടെ ഈ രീതി നമ്മൾ കണ്ടിട്ടേ ഇല്ല. കൊള്ളാം, അതെ, സൂപ്പർ ആയിട്ടുണ്ട്. ആ ഒരു വോയിസ് മോഡുലേഷൻ ഒക്കെ അത് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുന്നുണ്ടാവും അല്ലേ? അതാണ് ഞാൻ പറഞ്ഞില്ലേ, കുറേ ടൈപ്പ് ഓഫ് പാട്ടുകാരും കുറേ ടൈപ്പ് ഓഫ് രീതികളും ഉണ്ട്. അപ്പം അതിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു, അതായത് ഇപ്പം സിംഫണി എന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ കേൾക്കാനും കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് പഠിക്കാൻ നോക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ ഇതൊക്കെ ബ്രീത്തിങ്ങിൻ്റെയും ഒക്കത്തിൻ്റെയും ഒരു ഇതിലാണ്, അങ്ങനെ ഒരു എഫക്റ്റ് ആണ്. അതെ. അപ്പം ഇനി എപ്പോഴും കേൾക്കുന്ന ഒരു റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു പാട്ടിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പം റീസെൻ്റ്ലി ഒരു ഭയങ്കര ഒരു കമ്പാരിസൺ സാധനം വന്നതാണ്, ചിന്മയി ആൻഡ് ദീ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മുത്തമഴ. അത് ചിന്മയി പാടിയത് ദീ പാടിയതല്ല, രണ്ടുപേരും പാടിയതും രണ്ട് രീതിയിൽ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ രണ്ടും റീസെൻ്റായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട്, ഐ മീൻ ഭയങ്കര കണ്ടിന്യൂസ്ലി കേൾക്കാറുണ്ട്. ആ പാട്ട് ശ്രമിച്ചു നോക്കാം. മുത്തമഴ ഇങ്ങ കൊട്ടിത്തീരാതോ, മുല്ലയിരവുകൾ പത്തിരിയാതോ, ജാനോദം മാരോദം ദം ഇങ്ങ് ഉന്തൻ കയ്യിൽ சொர்க்கம், പുല്ലയിരവോ சொல்லாரவோ, இல்ல ஒருவனை வேண்டி எங்கும் உசுரோ, கண்ணாளா இன்னாளா பெண்ணாளா, இன்னும் வருவெந்தன் கதையை எந்தன் கதை, இன்னும் வருவெந்தன் കഥയെ എന്തൻ കഥ. താങ്ക് യു. ഈ കൈയടിക്കുന്നൊന്നും ഇതിനു വേണ്ടി ചെയ്യുന്നല്ലോ കേട്ടോ, ശരിക്കും വരുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് ടൈം വിത്ത് അസ്. താങ്ക് യു.